സംപൂജ്യരായ ജനങ്ങളെ, അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യ ശ്രാവ്യ കലയാണ് നാടകം. സാഹിത്യം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളുടെ സാകല്യമാണ് നാടകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. രചനയുടെ വൈഭവം കൊണ്ടും അഭിനയ തീവ്രത കൊണ്ടും മനസ്സിൽ എന്നും താലോലിക്കാൻ മലയാളികൾക്ക് അനേകം നാടകങ്ങൾ രചയിതാക്കൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വിഭിന്നമായ നാടകരചനാ തന്ത്രങ്ങൾ സൂക്ഷ്മതയോടെ ചിട്ടപ്പെടുത്തി രചനാരംഗത്ത് 6 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോൺ മുട്ടത്തിൽ തൻ്റെ തൂലികയിൽ നിന്നും സൃഷ്ടിച്ച സമന്വയം എന്ന നാടകമാണ് ഇന്ന് ഇവിടെ അവതരിക്കപ്പെടുന്നത്. പ്രാചീനകാല റോമൻ നാടകങ്ങൾ രചിച്ച് ജനപ്രീതി നേടിയ ലിവി എഫ് ആൻഡ്രോണിക്സിനെ അനുസ്മരിപ്പിക്കുന്നതും സമാന രീതിയിൽ വായിച്ചും കണ്ടും ആസ്വദിപ്പിക്കുന്നതും ഈ നാടക രചയിതാവിൻ്റെ പ്രത്യേകതയാണ്. തിരുവഞ്ചൂർ ദേശത്തിൻ്റെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ശ്രീ ജോൺ മുട്ടത്തിന് ഞങ്ങളുടെ പ്രണാമം. നാടകം, കവിത, കഥാപ്രസംഗം തുടങ്ങിയ സാഹിത്യശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം 6ഓളം നാടകങ്ങൾ നമ്മുടെ നാടിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ചരിത്ര പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഒട്ടനവധി കവിതകളും കഥാപ്രസംഗങ്ങളും നമുക്ക് മുതൽക്കൂട്ടാണ്. നാടിൻ്റെയും സഭയുടെയും അംഗീകാരങ്ങൾ നേടിയ പല നാടകങ്ങളും ഇദ്ദേഹം രചിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും അംഗീകാരത്തിന് പാത്രമായ സമന്വയം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ നമുക്ക് പ്രിയങ്കരനായ ശ്രീ ജോൺ മുട്ടത്തിനെ സ്മരിക്കുക കൂടിയാണ് ചെയ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങളെ തൻ്റെ ഭാവനയിൽ കരുപ്പിടിപ്പിച്ച് സൃഷ്ടിച്ച ഈ നാടകം ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങളെയാണ് തുറന്ന് കാട്ടുന്നത്. അടിമത്വം അനുഭവിച്ചിരുന്ന ജനവിഭാഗങ്ങളുടെ പ്രത്യാശയാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഒരിക്കൽ കൂടി ശ്രീ ജോൺ മുട്ടത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിനയപുരസരം ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു. സമന്വയം, 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 സമന്വയം.
പല ചെന്നാക്കളും അതുവഴി വരാൻ ഇടയുണ്ടല്ലേ? ഇയാളെ കഴുത അത് നിനക്കങ്ങനെ മനസ്സിലായി? നീ കേട്ടോളൂ. ഓ എടാ, നമ്മൾ പുതിയൊരു മേച്ചിൽ സ്ഥലത്ത് കൂടാരം ഉറപ്പിക്കുമ്പോൾ ആ പരിസരങ്ങളൊക്കെ ഒന്ന് പരിസരം അലങ്കരിക്കണം. അല്ലടക്കണ്ടേ പരിസര വീക്ഷണം. കലകരുത്, പരിസര നിരീക്ഷണം. മിടുക്കൻ മിടുക്കൻ കഴുത. അല്ല, നീ ഇതുവരെ ഉറങ്ങുകയായിരുന്നില്ല അല്ലേ? എങ്ങനെ ഉറക്കം വരും? ആട്ടെ, നിനക്ക് പുത്രൻ ജനിച്ചിട്ട് നാളെ അപ്പോൾ നാളെ നീ പട്ടണത്തിലേക്ക് പോകും. പോയാൽ അതിന്റെ അവന്റെ ചടങ്ങുകളൊക്കെ ചെയ്തു കിടക്കും. അവന്റെ അമ്മയും കാണാം മതിയാണ്. അല്ലാതെ ഇപ്പൊ എന്ത് സാധിക്കാൻ? മതി പോരാ. നിനക്കറിയാമോ, ഒരു കുട്ടി ജനിച്ചാൽ അതും അന്ത്യജാതം അറിയാമോ? ചില ചടങ്ങുകളൊക്കെ ഞാൻ നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ എങ്കിൽ നീ രാവിലെ തന്നെ പോയി വന്നാട്ടെ. ഞാൻ മടങ്ങി വരുമ്പോൾ ഒന്ന് പറഞ്ഞു കുറയ്ക്കണ കേട്ടെ. അത്യം ഈന്തപ്പഴം, പിന്നെ പാൽക്കട്ടി, പിന്നെ എണ്ണ, ഒരു നൂറ്റി വീഞ്ഞും. മെടുക്കൻ. എന്താണ് ആ പാലുകാട്ടിലേക്ക് തിരിക്കാൻ? എന്ത് ഭ്രാന്ത് പിടിച്ചു? അത് പോത്തി പറയണം. അത് നിലക്കുള്ള പണി. ഇതാ കപടമില്ലാത്തവൻ കവിഴ്ന്ന് കിടന്നാലും ഉറക്കം വരുന്നതാ. പ്രകാശപൂർണമായ രാത്രി പ്രതീക്ഷയുള്ളവൻ ഉണർന്നിരിക്കുമ്പോഴാ പ്രശാന്തമായ രാത്രി. ഞങ്ങൾക്ക് ശരിയായിരുന്നു. അന്ന് താഴെ മലയടി വന്നത് മുകളിൽ മലനിരണം ദൂരെ എരിശിലേം പോലും വ്യക്തമായി കാണാം. എടാ തിമോത്തി, അന്നൊരിക്കലേ ഇതുപോലെ നിലാവുണ്ടായിരുന്ന രാത്രി സീനായി മലയടി വരത്തിൽ പരമ്പുരാണം പറയട്ടെ. നാമത് മറക്കാതിരിക്കുന്നത് അന്ന് ആളുകൾ എത്ര എണ്ണമാണ് നഷ്ടപ്പെടുന്നത് ഓർമ്മയുണ്ടോ? 7 എണ്ണം. ഞാൻ ഇവിടുന്ന് പോകണം, അത്രയല്ലേ ഉള്ളൂ. പിന്നല്ലാതെ ആളുകളുടെ നഷ്ടം യജമാനൻ സാധിച്ചോളാം. എത്ര നാളുകളുണ്ടാ ആ വണ്ടിയൊക്കെ കടത്തിരുന്നത്? പറയുന്നത് കേട്ടാൽ തോന്നും രണ്ടുപേരും കൂടിയാ കടം വയ്ക്കുന്നത്. അല്ല, ഞാൻ പോയ ആ സെബസ്റ്റിൻ, നീ നാളെ പട്ടണത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഒരല്പം വിശ്രമമായിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണല്ലോ നമ്മുടെ പതിവ്. ഈ കഴിഞ്ഞ മാസം നീ പോയപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും അല്ല, ഇന്ന് ഇവരൊരു അല്പം വിശ്രമം നൽകിയത് ആർസിയുടെ ഔദാര്യം കൊണ്ടാണെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? എങ്കിലെന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ ആർസിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്. ഞാൻ മാനവരാശിക്ക് ഒരു സന്തോഷമാണ്. ഞാൻ നിങ്ങളെ അറിയിക്കാം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി രാവിലെ
കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു. ശീലകൾ പൊതിഞ്ഞ് ഒരു ശിശുവിനെ നിങ്ങൾക്ക് അവിടെ പശുത്തൊഴുത്തിൽ ഇത് അടയാളമാണ്. ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സമ്മതിച്ചുള്ളവരെ സമാധാനം അല്ലല്ല, നിങ്ങൾക്കെന്തോ സമാധാനം. മഹത്വം സന്മനസ്സുള്ളവരെ നിങ്ങൾക്കെന്നും സ്വർഗകവാടങ്ങളിൽ സുരവരഗണമവപാടി സുരഗായകരും പാടി മുഴങ്ങിയുന്നത സന്ദേശം മുകളിൽ സ്വർഗകവാടങ്ങളിൽ സുരവരഗണമവപാടി സുരഗായകരും പാടി അല്ല, നീ ഞങ്ങളെ മറച്ചു വെച്ചതാകുന്നു. ഇല്ല, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. സെബസ്റ്റ്യൻ, നീ ഞങ്ങളിലെല്ലാം വലിയവൻ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇനിയും പാടേ, വീണ്ടും ഓർത്തെങ്കിൽ അതെങ്ങനെയാ പഠിച്ചതെങ്ങനെയാ മറക്കുന്നത്? ഞാൻ നേരത്തെ പഠിച്ചിരുന്നല്ലോ. പാടി വന്നപ്പോ
ഇങ്ങനെ തോന്നി. സത്യം സത്യം. എങ്കിൽ യഹോവ നിന്റെ നാവിന്മേൽ എഴുതി. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ മറക്കില്ല ഒരിക്കലും. ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കുക. ആവശ്യമുള്ളപ്പോൾ മതിയല്ലോ. യഹോവയെ പരീക്ഷിക്കാൻ പാടില്ല. സെബസ്റ്റിൻ, സമയം കുറെയായി, പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. എന്ത് തയ്യാറാകാം? എങ്കിൽ ഇതുവഴി പുറപ്പെട്ടോളൂ സെബസ്റ്റിൻ. വേഗം പുറപ്പെട്ടോളൂ. കഴിയുമെങ്കിൽ നാളെ തിരിച്ചെത്തണേ. ആ സൃഷ്ടി, നീ നാട്ടിൽ ചെല്ലുമ്പോൾ ഇന്നലെ നമ്മൾ അറിഞ്ഞ അനുഭവിച്ചിരുന്ന സത്യങ്ങൾ എല്ലാവരോടും പറയണം കേട്ടോ. തീർച്ചയായും തീർച്ചയായും. തിമോത്തി, നമ്മുടെ രക്ഷകനായി പിറന്ന ആ ശിശുവിനെ കാണുവാനുള്ള ഭാഗ്യം ഏഴകളിൽ ഏഴകളായ ഈ ആട്ടിടയന്മാർക്ക് അത്രേ ഈ യഹോവ വെളിപ്പെടുത്തിയത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ദൈവപുത്രനെ കാണുവാൻ നമ്മൾ അവിടെ എത്തിയപ്പോൾ കിഴക്കിൽ നിന്നെത്തിയ രാജാക്കന്മാർ സ്വർണവും വെള്ളിയും കുന്തിരിക്കവും നീറയും അവന്റെ കാൽക്കൽ വെച്ച് മടങ്ങിയ ഈ സമയം നമ്മുടെ പുരോഹിത പ്രമാണികൾ സ്വർണവും നീറയും കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ആദ്യം നമ്മൾ പേടിച്ചു പോയിരുന്നത് സത്യമാണ്. എന്നാൽ എന്താ ഇതിൽ പരം ഒരു ഭാഗ്യം മറ്റെന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? യഹോവ നമ്മുടെ പക്ഷത്താണ്. അത് തന്നെയാണ് സെബസ്റ്റിൻ പാടിയത്. യഹോവ കൽപ്പിച്ചു, അതുപോലെ അവൻ പാടി. ഞാൻ ആരുടെ എങ്കിൽ ഞാൻ അളവുണ്ടാക്കാം. എന്തുണ്ട് വിശേഷം? അല്ല, ആർക്കാണ് സമാധാനം എന്ന് പറഞ്ഞത്? ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം എന്ന് ആര് പറഞ്ഞു? ദൈവദൂതൻ. ദൈവദൂതൻ? അതേ സോളമൻ, ഇന്നലെ രാത്രി ഇവിടെ വെച്ച് ദൈവദൂതൻ. നിങ്ങൾക്കൊക്കെ മുഴുവൻ പ്രാന്തായി പോയല്ലോ. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? തിമോത്തി വരുന്നുണ്ട്. സോളമൻ, ഇന്നലെ രാത്രി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് സത്യമാണ്. അതിൽ നേരിയൊരു അംശം പോലും കള്ളമില്ല. എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് സോളമൻ എന്താ നിർത്തിക്കളഞ്ഞത്? ഞാൻ പറഞ്ഞിട്ട് സോളമൻ വിശ്വാസമാകുന്നില്ല. അതിപ്പോ ആര് വിശ്വസിക്കാൻ? ദിവ്യപ്രകാശം നാം ദർശിച്ചെന്നു, സ്വർഗീയ ഗാനം നാം കേട്ടെന്നു, ദൈവദൂതൻ നമ്മോട് സംസാരിക്കുന്നു. ലോകരക്ഷകനായ ശിശുവിനെ നാം കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താണെന്ന് ലോകം പറയും. ലോകരക്ഷകൻ നിങ്ങൾ ഈ പറയുന്ന ശിശുണ്ടല്ലോ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ മറ്റനേകായ ശിശുക്കൾ എന്ത് ജീവനോടിരിക്കുമായിരുന്നു? ശിശുക്കൾക്ക് എന്ത് സംഭവിച്ചതാണ്? കൊല്ലപ്പെടുന്നതാണ്. എന്തിന്? ആദ്യം ഭയപ്പെട്ടിട്ട് ഹെറോദ രാജാവിനെ ജയിച്ചു. പുതുതായി ജനിച്ച ശിശുണ്ടല്ലോ, അവൻ ഈ യഹൂദന്മാരുടെ രാജാവാണ്. സ്വന്തം സിംഹാസനത്തിന് ഇളക്കം തട്ടെന്ന് പറഞ്ഞാൽ ആരാണ് കൈ കെട്ടി നോക്കി നിൽക്കുന്നത്? അല്ല, സെബസ്റ്റിൻ എവിടെ? അയാൾ പുലർച്ചയ്ക്ക് പുറപ്പെട്ടത്. സെബസ്റ്റിന്റെ കുട്ടിയുടെ പരിച്ഛേദന ദിവസമാണെന്ന്. ഒന്ന് നിർത്തൂ.
അവൻ സെബസ്റ്റിന്റെ കുട്ടിക്ക് എന്തെങ്കിലും അതിപ്പോൾ അവൻ അറിഞ്ഞിട്ടുണ്ടാവുക. ശരി, ഞാൻ പോകുന്നു. എന്തൊക്കെയാണോ സംഭവിക്കുന്നത്? എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ആ ശിശുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? എന്താണ് നിനക്ക് ഭയം? മറ്റനേകം ശിശുക്കളുടെ ജീവൻ നിനക്ക് പ്രശ്നമല്ല. കൂടത്തിൽ പണിയെടുക്കുന്നവരുടെ കുട്ടിയുടെ ജീവൻ പോലും ഒരുപക്ഷെ നിന്റെ വിശ്വാസമായിരിക്കാം. മാനസിക അന്ധമായ വിശ്വാസം, യുക്തിക്ക് നിരക്കാത്ത വിശ്വാസം. ഇത്തരം വിശ്വാസങ്ങളെ താലോലിച്ച് ജീവിതം മാറാക്കാൻ എന്നെ കിട്ടില്ല. തിമോത്തി, എല്ലാം നല്ലതിനെ കലാശിക്കും. അവൻ ലോകരക്ഷകനാണ്, ദൈവപുത്രനാണ്. അവനൊന്നും സംഭവിക്കില്ല. ഇല്ല, അവനൊന്നും സംഭവിക്കില്ല. ചേട്ടാ, നിരവധികളായ നിരവധി ശിശുക്കളുടെ ജീവൻ അകാലത്തിൽ അനാഥമായി ഹോമിക്കപ്പെട്ടിട്ട് എന്തിനാണ് അവർ ലോകരക്ഷകൻ? പലരും നിനക്ക് എത്ര വേഗം മറക്കുവാൻ കഴിയുന്നു? നാം അനുഭവിച്ചറിഞ്ഞ അത്ഭുത സത്യങ്ങൾ എത്ര വേഗം നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നു? സോളമൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്ക് അതിന്റെ വെളിച്ചത്തിൽ നീങ്ങാൻ പറ്റും. ഞാൻ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഞാൻ ജീവിക്കുന്നതും ഈ ഭൂമിയിലാണ്. പക്ഷേ മറ്റൊരിടത്ത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കും. സച്ച്, നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിശ്വാസം അചഞ്ചലമായിരിക്കും. ആസി, നിന്റെ വിശ്വാസം ഉണ്ടല്ലോ, അതിനെ രക്ഷിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്കിപ്പോ കേട്ടാ നീ കഴിച്ചോളൂ. വെറുതെ അതും ഇതും ചിന്തിച്ച് സ്ഥലം ഉണ്ടാക്കണം. നമുക്കിപ്പോ ജോലിഭാരവും ആരെങ്കിലും ഒരാൾ എത്തിയെന്ന് നമുക്ക് ഒരാൾക്കൊന്ന് പോയി വരാൻ പറയും. അതാ ആരോ ഒരാൾ വരുന്നത്. വരുന്നത് യാകുമ്പോ ഈ അടുത്തെത്തിക്കഴിഞ്ഞു. അല്ല യാകും. അപ്പോ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലെന്നോ? ഇങ്ങോട്ട് പോയിരുന്നത് വരെ എല്ലായിടത്തും അന്വേഷിച്ചു. പട്ടണങ്ങളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. ഒരു ദേശങ്ങളിലും അന്വേഷിച്ചു. സെബസ്റ്റിനെ കാണാനായില്ല. അവൻ പാട്ട് പാടുമായിരുന്നു. അവൻ പാടിയിരുന്നത് കേട്ടു. ഒരല്പം മാത്രം നീ ശ്രദ്ധിച്ചു. പക്ഷെ അവൻ മുഴുവൻ പാടിയില്ല. കേട്ടിടത്തോളം നീ ഓർക്കുന്നു. പള്ളിപ്രമാണിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ അറിയാക്കുന്ന ഒരു രീതിയിൽ മഹാരാജാവിന് പോലും ആകട്ടെ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നാം. സാധാരണക്കാരുടെ നിലപാട് എന്തായിരുന്നു? മായി പറഞ്ഞാൽ അവരോട് സഹതാപമായി. എന്നാൽ അത് കേൾക്കുന്നത് സന്തോഷവും. ആരാണ് നിന്നെ ഈ പാട്ട് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന ആ കൂട്ടർ ആരായിരുന്നു? ഞാൻ കേട്ടത് മഹാപുരോഹിതന്മാരെ ശിഷ്യന്മാരെ ചോദിക്കുന്നതാണ്. എന്നാൽ മറ്റിടത്ത് വെച്ച് ഇവന് ഭ്രാന്തൊന്നുമല്ല, മാന്യന്മാരായ ആൾക്കാരെ അവഹേളിക്കുന്നതിന് വേണ്ടിയുള്ള ഇവന്റെ തന്ത്രമാണെന്നാണ് ശാസ്ത്രിമാരുടെ കേൾപ്പാട്. പക്ഷേ അപ്പോൾ സെബസ്റ്റിനോട് ഇതായിരുന്നു വരും. അപ്പോ സെബസ്റ്റിൻ പാടി നടന്നത് വലിയ തരക്കാർക്കൊന്നും ഇഷ്ടമായിരുന്നു വ്യക്തം. ഒരു പക്ഷേ അവന് മറ്റെന്തെങ്കിലും സംഭവിച്ചതാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ഉണ്ട്
കുരിശിനെ കിടത്തിയിട്ട് പുൽത്തൊഴുത്തിന് ചുറ്റും അവൻ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അന്വേഷിച്ച ആളവിടുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞിട്ടു അവൻ ജോലി ആ ബദാനിയിലുള്ള വഴിയുണ്ട്. കുറെ അങ്ങോട്ട് ചെന്നു അവിടെ ഇവിടെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പോയത് സൂര്യൻ ശ്രമിക്കാനായിട്ടുള്ളതാണ്. മതിയാകും, മതി മതി. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. മടങ്ങി വരുമ്പോ വീതി വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഗാനം വീണ്ടും വീണ്ടും പാടിക്കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോയ പ്രിയപ്പെട്ട സെബസ്റ്റ്യൻ, നീ ഇപ്പോൾ എവിടെയാ? ഈ എന്തായിരിക്കും നിന്റെ അവസ്ഥ? എല്ലാം അറിയുന്നവരായിരുന്നു ഞങ്ങളുടെ സഹോദരന് യാതൊരു ആപത്തും പറ്റാതെ അവിടുത്തെ ചക്രങ്ങളിൽ കാട്ടുള്ളവരെ. ഒരുപക്ഷെ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ശരിയാണ്, സെബസ്റ്റ്യൻ പട്ടണത്തിലേക്ക് പോകുന്നത് വരെ നമ്മളോടൊപ്പം കഴിയുന്നു. ആ പാട്ടിന്റെ ഉറവിടം അന്വേഷിച്ച് പടയാളികളോ ശതാധിപന്മാരുടെയോ ശാസ്ത്രിമാരുടെയോ അനുചരന്മാർ ഏത് നിമിഷവും നമ്മെ തേടിയെത്താം. ചോദ്യം ചെയ്തൊന്നും വരാം. സത്യം പറഞ്ഞാൽ എളുപ്പമില്ല. വീടുന്ന വേദനയും വരും. എന്ത് വന്നാലും സഹിക്കുമെന്നെ. അപ്പോ അവന് തൃപ്തിപ്പെടുത്താൻ എന്താണ് മാർഗം? അപ്പോൾ വേണ്ടി വന്നാൽ നീ കള്ളവ് പറയുമെന്നാണോ? ഞാൻ സത്യം പറയും. പിന്നെ അവനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം നീ അന്വേഷിക്കുന്നു. അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണവർഗമാണെങ്കിൽ ഒന്ന് അടങ്ങി മട്ടാണ്. എന്നെ സഹിക്കുന്നതിന് ഒരു അതിരില്ല. ഒരാൾക്ക് വേദപണ്ഡിതന്മാർ ഭൂരിപക്ഷവും ആ ശിശുവിന്റെ ജന്മം അംഗീകരിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് അവൻ തറപ്പിച്ചു പറയും. സർവോപരി യഹൂദന്മാരുടെ രാജാവാണ്, ലോകരക്ഷകനാണെന്ന് അവർ സമർത്ഥിക്കുന്നു. ദീർഘദർശികളുടെ പ്രവചനങ്ങളിൽ നിന്ന് അവർ തെളിവുകൾ വരുത്തുന്നു. പാവപ്പെട്ടവനായ ജനങ്ങളോട് എന്തിന് ഇത്രയധികം എഴുതികൾ ആചരിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആവില്ല. ഈ ഒരു ജനങ്ങൾ വന്ന ഇതിനെല്ലാം കാരണമായത് അല്ല, മനുഷ്യരുടെ സ്വാർത്ഥ ലാഭത്തിൽ അധികാര മോഹവും. അതാണ് ശരി. ആ ശിശുവിന്റെ കാര്യത്തിൽ എന്തായി? അവന്റെ മാതാപിതാക്കൾ അവരോടൊപ്പം മിസ്രൈമിലേക്ക് പോയി. ലോകത്തെ രക്ഷിക്കാൻ വന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടുന്നു. പലരുമിടയ്ക്ക് എനിക്ക് എത്ര വേഗം മറക്കുവാൻ കഴിയുന്നു. നാം അനുഭവിച്ചറിഞ്ഞ അത്ഭുത സത്യങ്ങൾ ഇത്ര വേഗം നിനക്കെങ്ങനെ മറക്കാൻ കഴിയുന്നു? അവൻ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് പടിപടിയായുള്ള വളർച്ചയിലൂടെ പല പല ഘട്ടങ്ങൾ കടന്നു വേണം അറിവും കാര്യശേഷിയും കാര്യപ്രാപ്തിയുള്ളവരായി തീരുമാനിച്ചു. അല്ല, അവൻ ഇതുവഴി വന്നോ? ആ സെബസ്റ്റ്യൻ അവനെ ഇതുവരെ കണ്ടെത്തിയില്ലേ? കണ്ടെത്തി. നടന്ന് കാലുകൾ തളർന്നു. ശരിക്കും ആഹാരം കഴിച്ചിട്ടല്ലേ 3 ദിവസങ്ങളായി. ആ നശിച്ച ശിശുവാണ്. ഇല്ല, അവന്റെ സ്വാർത്ഥ ലാഭേച്ഛയും അധികാരബോധവുമാണെന്നാണ് ആകസിയുടെ കണ്ടെത്ത്. അവൻ കവട വെക്കുന്നല്ലേ? നിന്റെയും മുതൽ ന്യായങ്ങളുണ്ടോ? അത് നിന്നെ എങ്ങനെ കൊണ്ട് എത്തിക്കണം നീ ഓർത്തോളാം. നിന്റെ കഷ്ടപ്പാടുകൾക്ക് പിന്നിലുള്ള ആത്മാർത്ഥത ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ പോലും ഞാൻ പറയുന്ന ക്ഷമയോടെ കേൾക്കണമെന്ന് താല്പര്യപ്പെട്ടു. നിനക്കറിയാമോ, ആ ദിവ്യ ശിശു ലോകരക്ഷകനാണ്. അവൻ യഹൂദന്മാരുടെ രാജാവാണ്. സർവോപരി ദൈവപുത്രനാണ്. സത്യമായി അവന് വേണമെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. ദൈവികത്വം പ്രകടമാക്കാമായിരുന്നു. രാജാവിന്റെ പുത്രൻ എന്ന നിലയിൽ യഹൂദന്മാരുടെ രാജാവുമാകാമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ എന്താ? ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എങ്ങനെ മറക്കാൻ സാധിക്കും? ഞാൻ ഇതിന്റെ അഭിപ്രായക്കാരൻ ദൈവം
ഈ ക്രൂരതകളൊക്കെ മനുഷ്യന്റെ ശേഷപ്രകാരം നടത്താകാനേ തരമുള്ളൂ. ഈ ആകാശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം പിടികിട്ടി. സിംഹാസനം തെറിക്കുമെന്നുള്ള രാജാവിന്റെ ഭയം അല്ലേ? ഒപ്പം പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും അധികാരം നഷ്ടപ്പെടുമെന്നും വരുമാനം കുറയുമെന്നുമുള്ള ഭയം. ഇപ്പോ കാര്യം പിടികിട്ടി. വിഷയം കടകടപ്പെന്നല്ലേ? ആകസിയുടെ മലയുടെ വെള്ളം പറ്റിക്കാണും. നിന്റെ തലയെ കൂടിയിട്ട് ഓടാ, അതെനിക്ക് നേരത്തെ മനസ്സിലായോ? അപ്പൊ ഞാൻ വരാൻ നോക്കിയിരിക്കുവായിരുന്നല്ലേ? ഒരു കാര്യം കൂടി, യഹൂദന്മാരുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, മറിച്ച് കാലിത്തൊഴുത്തിൽ. എങ്കിൽ നിലവിലുള്ള രാജനീതി ആയിരിക്കില്ല അവന്റേതെന്ന് കരുതാം. അവന്റെ രാജ്യം മറ്റൊന്നായിരിക്കും. എളിയവരുടെ പര്യായമായി ജനിച്ചവന്റെ രാജ്യം, എളിയവരെ പരിരക്ഷിക്കുന്ന രാജ്യം. അവിടെ വലിയവനും എളിയവനും ഉണ്ടാവില്ല. അടിക്കാൻ ഒടുവിൽ കൊള്ളാൻ അടിമയും ഉണ്ടാവില്ല, ചൂഷകരുണ്ടാവില്ല. കാരണം ചൂഷിതമില്ല. ഭൂമിയിൽ എങ്ങും സമാധാനം. കാരണം സന്മനസ്സുള്ളവരായിട്ട് ആരുമില്ല. അതായിരിക്കാം ക്രിസ്തുവായ കർത്താവെന്ന രക്ഷകന്റെ രാജ്യം, ദൈവരാജ്യം. സഹോദരന്മാരെ, നമുക്ക് രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ളവരെ, നിങ്ങൾക്കെന്നും സമാധാനം, സമാധാനം, സമാധാനം.